കൈകളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മീയമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ക്രിസ്തുയേശുവുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിക്കട്ടെ. ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുവീൻ എന്നുള്ള ശീർഷകത്തിൽ ചില കാര്യങ്ങൾ നമുക്കൊന്നിച്ച് ചിന്തിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും കർത്താവിനെ ആരാധിക്കുകയും സ്നേഹിക്കുകയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവാനായിട്ട് കാരണമായി തീർന്നതിൻ്റെ പ്രധാനമായ കാരണം ക്രിസ്തു നമ്മെ സ്നേഹിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ആ നിലയിൽ നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരണം. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരണം എന്നുള്ളതാണ് ഈ ലേഖനകാരൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിൻ്റെ ശീർഷകം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുവീൻ എന്നാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഈ ലേഖനം നാം പഠിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ലേഖനമാണ് ഫിലിപ്പി ലേഖനം എന്ന് പറയുന്നത്. ശ്ലാഘനീയമായ പല കാര്യങ്ങൾ ഈ സഭയെക്കുറിച്ച് എടുത്തു പറയാനായിട്ടുണ്ട്. വിവിധ നിലയിൽ മറ്റുള്ളവർക്ക് മാതൃകയാണ്. അതോടൊപ്പം തന്നെ സഭയുടെ എല്ലാ ആത്മീയ കാര്യങ്ങളിലും അനുഗ്രഹങ്ങളും നന്മകളും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നിരുന്നാൽ തന്നെ ഒരു ന്യൂനവശം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. സഭയുടെ അടിയൊഴുക്കിൽ കലഹവും പിണക്കവും ഉണ്ടായിരുന്നു എന്നുള്ളത് 4-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 സ്ത്രീകൾ ആണ് അതിന് കാരണമായി തീർന്നത്. അപ്പോൾ ഊർജ്ജസ്വലതയുള്ള സഭയുടെ ശത്രു എന്ത് ചെയ്യും? അതിനെ ആ നിലയിൽ നമ്മെ തമ്മിൽ പിണക്കി അന്തഛിദ്രം ഉണ്ടാക്കിയിട്ട് സഭയെ നശിപ്പിക്കുന്നതായ ഒരു കാര്യപരിപാടിയാണ് പിശാചിൻ്റെ കാര്യപരിപാടി. അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരണമെന്ന് പൗലോസ് ഈ ഫിലിപ്പിയിലെ വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്. ഈ 4 അധ്യായങ്ങളിലും 4 പ്രകാരത്തിലെ മനസ്സിനെ കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. 1-ാം അധ്യായം പഠിക്കുന്ന ഒരു വേദപഠിതാവിന് സിമ്പിൾ മൈൻഡ് അല്ലെങ്കിൽ ലളിതമായ മനസ്സിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ ഹംബിൾ മൈൻഡ് അല്ലെങ്കിൽ താഴ്മയുള്ള മനസ്സാണ്. 3-ാം അധ്യായത്തിൽ സ്പിരിച്വൽ മൈൻഡ് ആത്മീയ മനസ്സിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിൽ സ്റ്റേബിൾ മൈൻഡ് ഉറപ്പുള്ള മനസ്സിനെ കുറിച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മെ സ്നേഹിച്ചതിൻ്റെ ചില വർണ്ണനകൾ, ചില ചിന്തകൾ നാം ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് പോവുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്തോ നമ്മെ സ്നേഹിച്ചതിൻ്റെ ഒരു പ്രദർശനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മൾ പാപികളായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്നുള്ളത് എഫേസ്യ ലേഖനം 4-ാം അധ്യായം പഠിക്കുന്ന ഒരു വേദപഠിതാവിന് മനസ്സിലാക്കാൻ കഴിയും. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം പഠിക്കുകയാണ്. അവിടെ പറയുന്നത് ക്രിസ്തുവേശുള്ള ആ ഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ മനസ്സിനെ നമുക്ക് കാണാൻ കഴിയും. പാപിയുടെ മനസ്സിനെ കാണാൻ കഴിയും. മൈൻഡ് ഓഫ് സിന്നർ, പാപിയുടെ മനസ്സിനെ കാണാൻ കഴിയും. എന്നാൽ 4-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വിശ്വാസിയുടെ മനസ്സിനെ കാണാൻ കഴിയും. മൈൻഡ് ഓഫ് സെയിൻസ്. ഈ 2 കാര്യങ്ങളും എഫേസ്യ ലേഖനത്തിൽ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കണം. പാപിയുടെ മനസ്സ് എങ്ങനെയുള്ള മനസ്സാണെന്നുള്ളത് വിശുദ്ധ വഴി പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസിയുടെ മനസ്സ് എങ്ങനെയായിരിക്കണം? പാപിയുടെ മനസ്സ് പോലെ ആയിരിക്കരുത്,
മറിച്ച് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാം ഒരു വസ്തു, ഒരു ലെറ്ററോ എന്തെങ്കിലും ഒരു കോപ്പി നമ്മൾ ഫോട്ടോ കോപ്പി ചെയ്യാനായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുക. അതിൻ്റെ സെയിം കോപ്പിയാണ് അവർ നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരുന്നത്. ഇതുപോലെ നാം ക്രിസ്തുവിൻ്റെ ഫോട്ടോ കോപ്പികളായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നും വെട്ടിക്കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ സെയിം ടു സെയിം, ഡിറ്റോ ടു ഡിറ്റോ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് വേഗം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്രൂശ് ക്രിസ്തു എടുത്തതിലൂടെ നമുക്ക് സാധ്യമായി തീർന്ന ചില കാര്യങ്ങൾ. നാം ഇന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ മിക്ക ആലയങ്ങളിലും ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ ഓർത്ത് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടാണ് കർത്താവിനെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നാം ചിന്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത മനുഷ്യനോടുള്ള ദൈവ തേജസ്സിൻ്റെ നിത്യസ്നേഹം വെളിപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യനോടുള്ള ദൈവതേജസ്സിൻ്റെ നിത്യസ്നേഹം വെളിപ്പെടുത്തിയത് കർത്താവിലൂടെയാണ്. So Christ revealed the eternal love of God towards man. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹം. പ്രവാചകൻ പറഞ്ഞു, നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വളരെ സുപരിചിതമായ വാക്യവും എല്ലാവരും ഇഷ്ടപ്പെടുന്നതായ വാക്യവും മിക്ക പേരും രക്ഷയിലേക്ക് വരുവാൻ കാരണമായി തീർന്ന 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് വളരെ ബൈഹാർട്ടാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മെ സ്നേഹിച്ചതിൻ്റെ ഒരു പ്രദർശനശാല നമുക്ക് ആ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ യോഹന്നാൻ ഓർപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് കർത്താവ് നമ്മെ സ്നേഹിച്ചതിൻ്റെ മനോഹരമായ ചിത്രമാണ്. ഒരു എക്സാമ്പിളൊക്കെ പഴയ നിയമത്തിൽ നിന്ന് പറയുന്നുണ്ട്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലേക്ക് ഉയർന്ന് നമുക്ക് വേണ്ടി രക്ഷയൊരുക്കിയതിൻ്റെ മനോഹരമായ ചിത്രമാണ്. അപ്പോൾ ആ രക്ഷയൊരുക്കാൻ പോയ കർത്താവിൻ്റെ മനോഹരമായ ചില ചിത്രങ്ങൾ, ചില പിക്ചറുകൾ അതിൻ്റെ 16 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് ഏതൊരു പാപിക്കും വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ ഈ എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഈ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു ജനിച്ചതിൻ്റെ ഉദ്ദേശമാണ് വാസ്തവത്തിൽ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ക്രൈസ്തവ ലോകം മുഴുവനും, അല്ലെങ്കിൽ ക്രൈസ്തവ ഇതേതര ആളുകൾ മുഴുവനും ക്രിസ്മസിൻ്റെ വലിയ ആഘോഷ തിമിർപ്പിലാണ് നമുക്കറിയാം. അപ്പോൾ ക്രിസ്തു ജനിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ വാക്യത്തിൽ പറയുകയാണ്. എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമെന്ന് പറയുന്നത് ദൈവം തൻ്റെ പുത്രനെ നൽകി എന്നുള്ളതാണ്. അതാണ് യാക്കോബ് അപ്പോസ്തലൻ 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ പറയുന്ന എല്ലാ നല്ല ദാനവും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവമാണ് ഈ നല്ല ദാനം നമുക്ക് നൽകിയതെന്ന് ഉള്ളത് ഈ യാക്കോബ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ ആ കാര്യം വളരെ വ്യക്തമായിട്ട് അത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ആ കാര്യം യാക്കോബ് പറയുന്നത് എന്താണെന്നൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എല്ലാ നല്ല ദാനവും തികഞ്ഞു വരവൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിനിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. നോക്ക്, എല്ലാ നല്ല ദാനവും തികഞ്ഞു വരവൊക്കെയും ഉയരത്തിൽ നിന്ന് പിതാവിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നല്ല ദാനം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. എങ്ങനെയാണ്? ഈ ഭൂമി മുഴുവനും അന്ധകാരമായിരിക്കുന്നത് കൊണ്ട് ഈ അന്ധകാരമായ ഭൂമിയെ
വെളിച്ചം വരുത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കാണേണ്ടതിനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് പൂജാതനായി. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അങ്ങനെയാണ്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പായിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. അപ്പോൾ യേശുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് സകല മനുഷ്യരും നിത്യജീവൻ പ്രാപിക്കണം, നിത്യരക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നത് നിത്യജീവൻ നമുക്ക് എങ്ങനെ ലഭിക്കും? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിശ്വാസത്തിലൂടെ മാത്രമാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. അപ്പോൾ ആ നിത്യജീവൻ ഏവരും നശിച്ചു പോകാതിരിക്കേണ്ടതിനാണ് നിത്യജീവൻ കാൽവറിയിലെ ക്രൂശിൽ ദൈവം ഒരുക്കിയത്. 17-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, യോഹന്നാൻ 3:17, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്താണ്? ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ 2 കൂട്ടം ആളുകളാണുള്ളത്. ഒന്ന് രക്ഷിക്കപ്പെടാത്ത ആളുകൾ, ഒന്ന് രക്ഷിക്കപ്പെട്ട ആളുകൾ. രക്ഷിക്കപ്പെടാത്തവർ ഈ ഭൂമിയിൽ വെച്ച് മരണം സംഭവിച്ചാൽ അവർ നിത്യമായ നരകത്തിലാണ് പോകുന്നത്. എന്നാൽ ജീവിതകാലത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകരക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ചാൽ, തങ്ങളുടെ വ്യക്തിപരമായ ജീവിതം കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ അവർക്ക് നിത്യ പരദീസയിലേക്ക് പോകാൻ സാധിക്കും. അതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ തൂങ്ങിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നത്. 2 കള്ളന്മാരും ആദ്യം ദുഷിച്ചു പറഞ്ഞെങ്കിലും അവരിൽ ഒരുവൻ എന്ത് ചെയ്തു? അവൻ മാനസാന്തരപ്പെട്ടു, നാമവും ന്യായമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. ഇവനും അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഇവൻ നാം ചെയ്ത പാപത്തിനു വേണ്ടി നമുക്ക് മധ്യത്തിലായിട്ട് അവൻ ക്രൂശിതനായി തീരുകയാണ്, ക്രൂശിക്കപ്പെടുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് കർത്താവിനോട് അവൻ പറഞ്ഞത്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം എന്ന് പറഞ്ഞു. കർത്താവിനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദേശിയിലിരിക്കും. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണസമയത്തും അവനൊരു പാപിയെ നിത്യതയിലേക്ക്, പരദേശയിലേക്ക് എന്ത് ചെയ്തു? അവന് കവാടം തുറന്നു കൊടുത്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കള്ളനെ പോലെ ഞാനും അവസാന സമയം ആയിക്കോട്ടെ, ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സാധിക്കുന്ന കാര്യമല്ല. എപ്പോഴാണ് നിങ്ങളെ മരണം പിടിപെടുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങൾ മരണം സംഭവിക്കുന്ന മുമ്പായി ഈ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചില്ല എങ്കിൽ യോഹന്നാൻ 3:18 പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ എന്ത് ചെയ്തു? വിശ്വസിക്കായ ന്യായവിധി വന്നു കഴിഞ്ഞു. നോക്കുക, ഇവിടെ നമ്മൾ വായിക്കുന്നത് അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. റോമാലേഖനം 8:1 ആ കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. പൗലോസ് പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പോൾ ക്രിസ്തുവേശുവിലാകാത്തവർക്ക് എന്തുണ്ട്? ശിക്ഷാവിധിയുണ്ട് എന്നുള്ളതാണ്. നോഹയുടെ കാലത്ത് പ്രസംഗിച്ചു, 120 വർഷത്തോളം പ്രസംഗിച്ചു. പലരും കേട്ടു എങ്കിലും അംഗീകരിച്ചില്ല. അവസാനമായിട്ട് ദൈവം പെട്ടകത്തിൻ്റെ വാതിലടയ്ക്കുന്ന മുമ്പായി പല ക്രമീകരണം ചെയ്തു. സകല ചരാചരങ്ങളും മൃഗങ്ങളും പക്ഷികളും എല്ലാം അതിൻ്റെ അകത്ത് കയറ്റി നോഹയോടും കുടുംബത്തോടും പറഞ്ഞ് നിങ്ങളും അകത്ത് കയറിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ കയറി അതിൻ്റെ അകത്ത് സുരക്ഷിതമായിട്ടിരുന്നു. ആ പെട്ടകത്തിൽ കയറിയവർ രക്ഷ പ്രാപിച്ചു. പെട്ടകത്തിൽ കയറാത്തവരോ നിത്യമായ ന്യായവിധിയുടെ വെള്ളം, പ്രളയവെള്ളം അവരെ എന്ത് ചെയ്യും? ദഹിപ്പിച്ച് കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു, മുക്കിക്കൊന്നു കളഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ വലിയ സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് ക്രിസ്തുവേശുവിൽ ഇപ്പോൾ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല, ക്രിസ്തുവേശുവിലായവർക്ക് ശിക്ഷാവിധിയില്ല. ക്രിസ്തുവേശുവിലാകാത്തവർക്ക് നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ കയറാത്ത ആളുകൾക്ക് വന്ന അതേ ശിക്ഷാവിധി, അതേ ന്യായവിധിയാണ് വരാൻ പോകുന്നത്. 19-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. ഈ യേശുക്രിസ്തുവിൻ്റെ ഈ സുവിശേഷം അനുസരിക്കാതെ വന്നാൽ അവർക്കെന്തുണ്ട്? അവർക്ക് ന്യായവിധിയാണ്. അതാണ് അതിൻ്റെ ഫലം. ന്യായവിധിയിലേക്ക് കടക്കേണ്ടതായിട്ട് വരും. എന്നാൽ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ന്യായവിധി എന്നതോ വെളിച്ച ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ് ന്യായവിധി? വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ
അവർ ഇരുളിനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ആരാണ് വെളിച്ചം? കർത്താവ് പറഞ്ഞു യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ ഒരിക്കലും അവൻ ഇരുട്ടത്തായിരിക്കുകയില്ല, അവൻ വെളിച്ചത്തിലായിരിക്കും. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനായിത്തീരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഈ വെളിച്ചത്തിലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത് 20-ാമത്തെ വാക്യം, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തിന്മ എന്ന് പറഞ്ഞാൽ പാപമാണ്. ദൈവത്തിൻ്റെ മുൻപാകെ ദൈവത്തിന് വിരുദ്ധമായി, അതായത് നമ്മുടെ മനസാക്ഷിക്ക് വിരുദ്ധമായി ചെയ്യുന്ന എല്ലാ പാപപ്രവൃത്തികളും തിന്മയാണ്. അങ്ങനെ തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. നോക്കുക, അനേകർ ഇന്നും തിന്മ പ്രവർത്തിക്കുകയാണ്, അനേകർ ഇന്നും പാവം പ്രവർത്തിക്കുകയാണ്. പാവപ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ട് അവർ വെളിച്ചത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ 21 വായിക്കുന്നു, സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കൊണ്ട് അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. നോക്കുക, 2 കൂട്ടം ആളുകളാണ്, തിന്മ പ്രവർത്തിക്കുന്നവർ, സത്യം പ്രവർത്തിക്കുന്നവർ. എക്കാലത്തും ലോകത്തിലുള്ള 2 കൂട്ടം ആളുകൾ. നിങ്ങൾ തിന്മ പ്രവർത്തിക്കുന്നവരാണോ അതോ സത്യം പ്രവർത്തിക്കുന്നവരാണോ? നിങ്ങളുടെ തിന്മ നീക്കി സത്യത്തിലേക്ക് വരുവാൻ കർത്താവ് എന്ത് ചെയ്യാണ്? ലോകത്തിലായിരുന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് പറഞ്ഞു. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വഴിയും സത്യവും ജീവനുമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാനായിട്ട് ഇടയായി തീരണം. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ നിത്യസ്നേഹം വെളിപ്പെടുത്തിയവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യോഹന്നാൻ 3:16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. റോമർ 8:1 വാക്യത്തിൽ നാം ചിന്തിച്ചത്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. 2, മറ്റുള്ളവർ മരിക്കേണ്ട സ്ഥലത്ത് ക്രിസ്തു മരിച്ചു. ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ വാക്യത്തിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ആ കാര്യം വളരെ വ്യക്തമായിട്ട് മത്തായി സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അതെന്താണ്? ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. മത്തായി 20-ന്റെ-28-ാമത്തെ വാക്യം. ഞാനത് വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. 20-ന്റെ-28-ാമത്തെ വാക്യം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർ മരിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു മരിച്ചു. ഞാനും നിങ്ങളും, പ്രിയ ശ്രോതാവേ, ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥലത്ത് ക്രിസ്തു മരിച്ചു. മത്തായി സുവിശേഷം പറയാണ്, മത്തായി 20-ന്റെ-28 പറയാണ്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ. അപ്പോൾ കർത്താവ് വന്നത് നമുക്ക് വേണ്ടി മറുവിലയായി തീരുവാനാണ്. ഇതേ സത്യം തന്നെയാണ് മർക്കോസ് സുവിശേഷം 10:45 പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലും ആ കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് തയ്യാറായി. ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥലത്ത് കർത്താവായ യേശുക്രിസ്തു മരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 1 തിമോത്തി 2-ന്റെ-6-ാമത്തെ വാക്യത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ടും ആ സത്യം പറയുന്നത് ഇങ്ങനെയാണ്. ഞാനത് വായിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമല്ലോ. 1 തിമോത്തി 2-ന്റെ-6-ാമത്തെ വാക്യം. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. 5-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനൊരുവൻ, തന്നെത്താൻ മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥലത്ത് കർത്താവ് തന്നെത്താൻ എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് എന്തുകൊണ്ടാണ് ഈ മരണം അനുഭവിക്കേണ്ടതായിട്ട് വന്നത്? എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ മരിക്കേണ്ട സ്ഥലത്ത് കർത്താവ് എന്ത് ചെയ്തു? ക്രൂശിൽ മരിച്ചു എന്നുള്ളതാണ്. അതാണ് മനുഷ്യരോടുള്ള ആ കർത്താവിൻ്റെ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ 2-ാമത്തെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്. 3, ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ 3-ാമത്തെ കാര്യം പാപിയുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്.
ആ കാര്യം റോമാലേഖനം വളരെ വ്യക്തമായിട്ട് അത് പൗലൂസ് 4-ാം അധ്യായത്തിൽ പറയുകയാണ്. എന്താണ്? പാപിയുടെ പാപത്തിന് വേണ്ടി മരിച്ചു. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ ദ സിൻസ് ഓഫ് ദ സിന്നേഴ്സ്. അപ്പോൾ പാപിയുടെ പാപത്തിന് വേണ്ടി മരിച്ച കർത്താവിനെ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമാകുന്നു അവൻ മരണത്തിന് ഏൽപ്പിച്ചത്. നമ്മുടെ നീതീകരണത്തിനായിട്ടാണ് വലിയവനായ ദൈവം തൻ്റെ പുത്രനെ ഉയർത്തുന്നേൽപ്പിച്ചതെന്നുള്ള കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. അപ്പോൾ പാപിയുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം 9:20 പറയുന്നത് ഇപ്പോൾ അത് സകല മനുഷ്യർക്കും ഒരു ന്യായവിധി ഉണ്ടെന്നുള്ളതാണ്. സകല മനുഷ്യർക്കും ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ നിന്ന് ഒരു വ്യക്തിക്കും ഒഴിഞ്ഞു പോകാവുന്നതല്ല. അപ്പോൾ ആ നിലയിൽ അപ്പോസ്തലനായ പൗലൂസ് തൻ്റെ ലേഖനം 9-ാം അധ്യായത്തിൽ, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ അതിൻ്റെ 27-28 ഇങ്ങനെ പറയുന്നു: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുകയാണ്. ഒന്നാമത്തെ പ്രത്യക്ഷത എന്ന് പറയുന്നത് അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അവൻ നമുക്ക് പ്രായശ്ചിത്ത ബലിയായി തീരുന്നതിന് വേണ്ടി വന്നു. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് ഇനിയും വരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ പ്രായശ്ചിത്ത ബലിയായി തീർന്ന ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച ദൈവജനത്തെ ചേർക്കുന്നതിന് വേണ്ടി അവൻ ഇനി പ്രത്യക്ഷനാകാനായിട്ട് പോവുകയാണ്. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, എല്ലാവർക്കും മരണമുണ്ട്, മരണത്തിൽ നിന്ന് ആരും ഒഴികഴിവില്ല. ഹേ മരണമേ, എന്നെ പിടിക്കരുതെന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല. എല്ലാവരും മരണത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ അത് ഒരിക്കൽ പിടിക്കപ്പെടാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ മരണം വരുന്ന മുമ്പ് എന്ത് ചെയ്യണം? അത് മനുഷ്യരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആത്മരക്ഷ പ്രാപിച്ചിരിക്കണം. മരണം വരും മുമ്പേ മറ്റേരെല്ലാം നിലച്ചിടണം നിജാത്മകാര്യം. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം എന്ത് ചെയ്യണം? മനുഷ്യൻ ആ കാര്യങ്ങൾ ക്രമീകരിച്ച് വെച്ചിരിക്കണം. മരണാനന്തരം എന്തെങ്കിലും കർമ്മങ്ങളോ കൂദാശകളോ ചെയ്താൽ മനുഷ്യൻ ആത്മരക്ഷ പ്രാപിക്കാനോ സ്വർഗത്തിൽ പോകാനോ കഴിയത്തില്ല എന്നുള്ള സത്യം ഈ സനാതന സത്യമായ വേദപുസ്തകം വിളിച്ചു പറയുകയാണ്. ഈ 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്, പാപിയുടെ പാപത്തിന് വേണ്ടി കർത്താവ് മരിച്ചു. നമ്മുടെ പാപം അവൻ ഏറ്റെടുത്തുകൊണ്ട് മരിച്ചു. അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത സകല മനുഷ്യരും നിത്യമായ നരകത്തിലേക്ക് പോകും എന്നുള്ളത് മാത്രമല്ല, ഒരിക്കൽ അവർ മരിക്കുകയും പിന്നെ ന്യായവിധിയിലേക്ക് കടക്കുകയും ചെയ്യും. അതെന്താണ്? ഡെത്ത് ഈസ് ആൻ അപ്പോയിന്റഡ് തിങ്സ് എന്നാണ് അത് എബ്രായർ 9:27 പറയുന്നത്. അതുകൊണ്ട് കർത്താവ് എല്ലാവർക്കും നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മരണവും മരണാനന്തര ന്യായവിധി എന്ന് പറയുന്നത്. 4-ാമത്തെ കാര്യം വേഗം ഒന്ന് ഓർപ്പിക്കാം. പാപിയായ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ നീതിയുടെ നിറവേറലാണ്. ആ കാര്യം ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഫുൾഫിൽമെൻറ്റ് ഓഫ് ഗോഡ്സ് റൈറ്റ്വസ്നെസ് ടുവേർഡ്സ് സിൻഫുൾ മാൻ. പാപിയായ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ നീതിയുടെ നിറവേറൽ അത് നടക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ് റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ ലാസ്റ്റ് വേഴ്സ് പറയുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. ഞാനത് വായിക്കും, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. അവിടെ ഇങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്: വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമേൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതിയിരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്തും തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തു. പ്രിയ സ്നേഹിതരെ, പാപിയായ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ നീതിയുടെ നിറവേറലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഓർക്കാൻ കഴിയും. വേഗത്തിൽ 5-ാമത്തെ കാര്യം ഓർപ്പിക്കാം. ലോകത്തെ ദൈവത്തോട് നിരപ്പിക്കുവാനായിട്ടാണ്.
ഈ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ഉം 11-ഉം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലോകത്തെ അല്ലെങ്കിൽ ഈ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുക എന്നുള്ളതാണ് തൻ്റെ മരണം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ 5-ാമത്തെ കാര്യപരിപാടി എന്ന് പറയുന്നത് ലോകത്തെ ദൈവത്തോട് നിരപ്പിക്കുക. The world must reconcile with God എന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ നാം കർത്താവിനോട് ബന്ധപ്പെടുക അല്ലെങ്കിൽ കർത്താവിനോട് നിരന്നുകൊള്ളുക എന്നുള്ളതാണ്. റോമർ 5-ന്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ 4 അവസ്ഥകളെക്കുറിച്ച് പറയുകയാണ്. 1, നാം ബലഹീനരാണ് എന്ന് ഓർപ്പിക്കുകയാണ്. 2, നമ്മൾ അഭക്തരാണെന്ന് പറയുകയാണ്. 3, പാപികളാണെന്ന് പറയുകയാണ്. 4, ശത്രുക്കളാണെന്ന് പറയുകയാണ്. അങ്ങനെ ഈ 4 അവസ്ഥയിൽ കഴിയുന്ന നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്നതാണ് ദൈവപുത്രൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. അതിനാണ് ദൈവപുത്രൻ ക്രൂശിലേക്ക് കയറിയത്. 6-ാമത്തെ കാര്യം ഓർപ്പിച്ച് വേഗം അവസാനിപ്പിക്കട്ടെ. പാപിയുടെ ശിക്ഷ ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുവാനായിട്ടാണ് അവൻ ക്രൂശിൽ കയറി എന്നുള്ളത് ഈ കാര്യം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പാപിയുടെ ശിക്ഷ ഇല്ലാതാക്കുവാൻ. അതുകൊണ്ട് ദ കാസ്റ്റ് ഔട്ട് ദ സിൻസ് ഫ്രം ദ സിൻഫുൾ മാൻ. ഈ കാര്യം എന്താണ് നമ്മെ മനസ്സിലാക്കുന്നത്? ഒരു പാപിയുടെ ദുഷ്ടഹൃദയം, അവൻ്റെ ദുഷ്ട മനസ്സ് എന്ത് ചെയ്യുന്നു? അത് ശുദ്ധ മനസ്സാക്കി തീർക്കേണ്ടതിന് എന്ത് ചെയ്തു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ആ ശിക്ഷ ഏറ്റെടുത്തതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പാപിയെ ശിക്ഷയെ പാപിയുടെ മേൽ വരുന്ന വലിയ ശിക്ഷയെ ഇല്ലാതാക്കുവാനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? തൻ്റെ മനസ്സ് തുറന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രാവിലെ സമയം ഒരു വാക്യം വായിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രതിയും മനസ്സലിവും വിനയബുദ്ധിയുള്ളവരായിരിക്കുവാൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പാപിയുടെ ശിക്ഷയെ ഇല്ലാതാക്കുവാനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയാണ്. വിനയബുദ്ധിയുള്ളവരായിട്ട് എന്ത് ചെയ്യണം? 18-ാമത്തെ വാക്യം, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായ നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. നോക്കുക, 18-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനായി നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ തികവിലൂടെ കാൽവറിയിലെ ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടെന്ന് പറഞ്ഞ് ഉറച്ച് നിലവിളിച്ച് പ്രാണനെ വിടിഞ്ഞ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും മേൽ വരേണ്ട പാപത്തിൻ്റെ ഭയങ്കര ശിക്ഷയെ അതില്ലാതാക്കുവാൻ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ പുത്രൻ നമുക്ക് വേണ്ടി ക്രൂശിൽ അത് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ. ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു, ശത്രുക്കളായിരുന്നു, പാപികളായിരുന്നു, ബലഹീനരായിരുന്നു. ഇങ്ങനെയുള്ള സ്ഥിതിയിൽ കഴിഞ്ഞ നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചോൻ കാൽവറിയിലെ ക്രൂശിലേക്ക് കയറി നമുക്ക് വേണ്ടി രക്ഷ സാധിപ്പിച്ചു. ഈ പ്രഭാതത്തിലെ ചിന്ത അത് കർത്താവ് നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ സന്ദേശം ഈ വർഷത്തിൻ്റെ അവസാനത്തോടടുക്കുന്ന ദിവസങ്ങളിൽ ഈ സന്ദേശം കേട്ട് നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരവും വ്യത്യാസവും വന്ന് യേശു ക്രിസ്തുവിന് മനസ്സുള്ളവരായി തീരണം എന്ന് ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുവാൻ ക്രിസ്തു യേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതായത് പാപിയുടെ മനസ്സല്ല, വിശ്വാസിയുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കണം. നമുക്ക് പാപിയുടെ മനസ്സ് വെച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ കഴിയില്ല. വിശ്വാസിയുടെ മനസ്സ് എപ്പോഴും ക്രിസ്തുവിൻ്റെ മനസ്സിന് തുല്യമായ മനസ്സായിരിക്കണം. ദൈവം ഈ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാൽ, വചനത്താൽ, ഈ സന്ദേശത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം എന്നുപോലെ നീക്കും മഹത്വപ്പെടുമാറാകട്ടെ.
ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം.